പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. കേരള സ്ക്രാപ്പ് മർച്ചൻറ്റൻസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പരുത്തിക്കുഴി കവലയിൽ നടന്ന വ്യത്യസ്തമായ നോട്ടീസ് വിതരണം. കൊടുത്തതോ നോട്ടീസല്ലായിരുന്നു, പിന്നെയോ പറയാം. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന നോട്ട് ബുക്ക് നോട്ടീസായിരുന്നു അത്. വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർത്ത് പുനരുപയോഗത്തിലൂടെ ഈ പുനരുപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ സംരക്ഷിക്കാവൂ. ഈ ഭൂമിക്ക് ഭാരമാണ് പ്ലാസ്റ്റിക്, മറ്റു സാധനങ്ങൾ. കൈകോർത്ത് പുനരുപയോഗത്തിലൂടെ അത് ആക്രിക്കാരനെ കൊണ്ട് ആക്രിക്കാരൻ ആക്രി സാധനം കൊണ്ട് പൈസ ആക്രി സാധനം വലിച്ചെറിയരുത്, ഒരു കാരണവശാലും വലിച്ചെറിയരുത്. അത് ആക്രിക്കാരനെ വലിക്കുക. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർത്ത് പുനരുപയോഗിക്കുക, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അത് ആദ്യസാധനം സംക്രമണം ചെയ്താൽ മാത്രമേ ഭൂമിക്ക് ഭാരമില്ലാത്ത ആ ഭാരം നമുക്കല്ല, നമ്മുടെ മക്കളുടെ കാലത്ത് ഭൂമിക്ക് ഭാരമാകരുത്. അതുകൊണ്ട് ആക്രി സാധനം വലിച്ചെടുക്കും, ആക്രിക്കാരന് കൊടുത്ത് പൈസ സമ്പാദിക്കും. ആക്രിക്കാരന് ആക്രി സാധനം പണം സമ്പാദിക്കും. അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ 8ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നതിന് പകരമായി ഒരു നോട്ട് ബുക്ക് കൊടുക്കുകയാണ്. ഈ നോട്ട് ബുക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആക്രി സാധനങ്ങൾ വലിച്ചെറിയരുത്, ആക്രി സാധനം ഒരു കാരണവശാലും വലിച്ചെറിയരുത്, അത് ആക്രിക്കാരന് കൊടുക്കൂ, പണം സമ്പാദിക്കൂ. അതോടൊപ്പം തന്നെ ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ. ഈ പുനർചംക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിക്ക് ഭാരമില്ലാത്ത രീതിയിൽ പോകാനൊക്കൂ. അത് ആക്രിക്കാരനെ കൊണ്ട് മാത്രമേ സാധിക്കൂ, വേറെ ഒരു സംഘടന കൊണ്ട് ഒരു ആൾക്കാരെ കൊണ്ട് വെക്കില്ല. ആക്രിക്കാരൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആക്രി സാധനം ഒരു കാരണവശാലും വലിച്ചെറിയരുത്. അസോസിയേഷൻ്റെ 8ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ കേരളം ഒട്ടാകെ പല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവർക്കും ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്നിട്ട് ഞങ്ങൾ ഒരു നോട്ട് ബുക്ക് വിതരണം ചെയ്യുകയാണ്. കാരണം ഈ ആക്രി സാധനം വലിച്ചെറിയരുത്, അത് ആക്രിക്കാരന് കൊടുത്ത് കാശ് സമ്പാദിക്കും. അതാണ് ഞങ്ങളുടെ ഇത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കും പുനരുപയോഗത്തിലൂടെ. പുനരുപയോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വേസ്റ്റ് സാധനങ്ങൾ മാറുള്ളൂ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന് സർക്കാർ ഞങ്ങളോട് സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പരുത്തിക്കുഴിയിൽ നിന്നും വഴിയോര കാഴ്ചകൾക്ക് വേണ്ടി സാബു പരുത്തിക്കുഴി.